ഞാനിപ്പോ ഉള്ളത് പ്രശസ്തമായ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. മാർച്ച് 31 ഇവിടെ പ്രശസ്തമായ പൂരം തൊഴൽ നടക്കുകയാണ്. പൂരം തൊഴലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ഭാഗവത ആചാര്യ പത്മജരാജനാണ്. ചേച്ചി, പൂരം തൊഴലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് തന്നെ പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ആദ്യം പൂരം വേദജപത്തിന്റെ മന്ത്രങ്ങളാണ്. ആ ജപം ഇങ്ങനെ കേട്ട് കേട്ട് നമ്മളൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയിലാണ് ഇവിടെ തൊഴാൻ തന്നെ വരിക. അപ്പൊ ആ അമ്പലത്തിലെ അമ്മയുടെ പിറന്നാള് പൂരം തൊഴൽ എന്ന് പറയുമ്പോ എത്ര കണ്ട് മഹാത്മ്യം ഉണ്ടാവും. നമ്മൊന്ന് വന്ന് ഈ ജപം കേട്ട് തൊഴുമ്പോ തന്നെ കിട്ടുന്ന ആ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഇത്ര വലുതാണെങ്കില് അല്ലെ. നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് ഒരു പിറന്നാൾ ഉണ്ടെങ്കിൽ നാളെ നമ്മൾ ആ കുട്ടിയെ പിറന്നാളിന് റെഡിയാക്കാണ്, നാളെ നിന്റെ പിറന്നാളാണ് എന്ന് പറയുമ്പോ ആ കുട്ടി എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും ഇരിക്കുക അവിടെ. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഈ അമ്പലത്തിൽ വന്ന് തൊഴുന്നവരുടെ ഭക്തന്മാരുടെ മഹാത്മ്യം എന്ന് പറയുന്നത് അനുദിനം നമുക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോ അനവധി കാലങ്ങളായി ഈ അമ്പലവുമായിട്ട് തൊഴാനും കുറച്ച് ദേവി മഹാത്മ്യ പാരായണവും ഭാഗവത പാരായണവും ഇങ്ങനെ നടത്തി വരുന്നുണ്ട്. എന്നാലാവുന്ന പോലെ പാരായണ സമർപ്പണമായിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോ നമുക്കപ്പോ അവിടെ ഇരുന്ന് വായിക്കുമ്പോഴൊക്കെ കാണാം നിരവധി ഭക്തന്മാര് പല ദിക്കിൽ നിന്നും ഇവിടെ വന്ന് തൊഴുത് അവർക്ക് ആ അമ്മയുടെ ഐശ്വര്യം, അവർ പല ദുഃഖങ്ങൾ കൊണ്ട് കരഞ്ഞു വന്ന് അമ്മയുടെ കാൽക്കൽ വീഴുമ്പോ അവർക്ക് ആ ദുഃഖത്തിന് ഒരു ശമനം അല്ലെ. നമുക്ക് നമ്മളുടെ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റുന്നിടത്തോളം ദുഃഖം വേറെ ആരുടെ അടുത്തും നമുക്ക് സൂചിപ്പിക്കാൻ പറ്റില്ല. എപ്പോഴാണോ കുറെ കൊല്ലങ്ങളായി ഞാനിപ്പോ ഇവിടെ വരുന്നുണ്ട്, ഓരോ കൊല്ലം വരുമ്പോഴും ഓരോ കൊല്ലവും ആ അമ്മയുടെ പൂരം കൊണ്ട് തൊഴുത് കഴിയുമ്പോ ഓരോ കൊല്ലവും ഓരോ അനുഭവങ്ങൾ എന്താന്ന് പറയാൻ പറ്റില്ല. നമ്മള് ആഗ്രഹിക്കുന്നതല്ല നമുക്ക് അമ്മ തരുന്നത്, നമ്മൾ ആഗ്രഹിക്കാത്തതും കൂടി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയണ്ടേ എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ പൂരം തൊഴലിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ആ അമ്മയെ കാണുക അന്ന് രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ ദർശനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. നമ്മൾ മകൻ തൊഴിലൊക്കെ പോവാറുണ്ടല്ലേ, അതേ ഒരു പ്രതീതി നമുക്ക് ഇവിടെ ഈ ഒരു തൊഴിലിന് വന്ന് തൊഴുത് കഴിഞ്ഞാൽ എത്ര കണ്ട് സംതൃപ്തി, സമാധാനം. അത് മാത്രമല്ല അമ്മയുടെ പിറന്നാളിന് ആ സദ്യയും കൂടി കഴിച്ചിട്ട് നമുക്ക് സംതൃപ്തിയോടെ തിരിച്ചു പോകാൻ പറ്റും.